എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. ഗഫൂർക്ക റെഡിയായില്ലേന്ന്? 12 മണിക്കാണ് നിക്കാഹ്. ഇപ്പം പുറപ്പെട്ടാലേ സമയത്തിന് അവിടെ എത്തുള്ളൂ. അല്ലോ, ഇന്നും മുണ്ടാണ്. നിങ്ങക്ക് പാന്റ് ഇട്ട് നടന്നൂടെന്ന് ഈ പഴഞ്ച മുണ്ടൊന്ന് ഒഴിവാക്കി. എടി, മുണ്ടാണ് അതിന്റെ ഒരു സുഖം. നല്ലോണം കാറ്റും കിട്ടും. നല്ലൊരു റാഹത്താണ് മുണ്ടെടുത്താല്. പിന്നെ കൊടുങ്കാറ്റല്ലേ ഞങ്ങളെ മുണ്ടിന്റെ അകത്തോട് പോണേ. ഈ ചിലക്കാണ്ട് വണ്ടി കയറടി. നിക്കാന് മുമ്പ് അവിടെ എത്തണം. അല്ല, നിങ്ങൾക്ക് ഒരു പാന്റിന്റെ തുണി മേടിച്ച് തന്നിട്ട് എത്രയായി? നിങ്ങൾ അത് ഇതുവരെ തുന്നിക്കാൻ കൊടുത്തില്ലേ? എടി, ഇപ്പോഴത്തെ തുന്നൽക്കൂലി ഭയങ്കരല്ലേന്ന്. ആ പൈസ ഉണ്ടെങ്കിൽ 2 മുണ്ട് മേടിക്കാം. സൈനബാന്റെ പുയ്യാപ്പിളയും സൗദാന്റെ പുയ്യാപ്പിളൊക്കെ പാന്റാണ് ഇടുന്നത്. നിങ്ങൾ മാത്രം ഒരു മുണ്ട്. ഇങ്ങനാണ് ഞമ്മള് മുണ്ടൂല. ഈ പെണുങ്ങളുടെ ചക്കരെ നാളെ തന്നെ ഞമ്മളൊരു പാന്റിന്റെ തുണി തുന്നാൻ കൊടുക്കും. നിങ്ങൾ ഞമ്മളെ മുത്താണ്. കുമാരാ, ഇതൊരു പാന്റിന്റെ തുണിയാണ്. ഈ ഒന്ന് തയ്ച്ചേരണോ? ഇതാര് ഗഫൂർക്കയോ? നിങ്ങള് മുണ്ടൊഴിവാക്കാനുള്ള പരിപാടിയാ? വെരി ഗുഡ്. എന്ത് ചെയ്യാനാണോ, ഞമ്മള് കെട്ടിയ കൊറേ നിർബന്ധം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞമ്മള് തീരുമാനിച്ചു. അല്ല കുമാരാ, പാന്റ് തുന്നപ്പോ എത്രയാണ് കൂലി? വെറും 300 രൂപയുള്ളൂ. ജസ്റ്റ് അറ്റ് 300. പടച്ച തമ്പുരാനെ, വല്ലാത്ത കൂലിയാണല്ലോ ഭയ്യ. ട്രൗസർ തുന്നാൻ എന്താണ് കൂലിപ്പോ? ട്രൗസർ ആണെങ്കിൽ 200 രൂപയുള്ളൂ. എന്നാ പിന്നെ ഈ ട്രൗസറിന് അളവെടുത്താളി. ട്രൗസർ മതിയോ? ഇപ്പോഴത്തെ പിള്ളേര് സ്റ്റൈലാണല്ലോ അല്ലേ? ഗഫൂർക്ക ഭയങ്കര ട്രെൻഡി ആണല്ലേ? ട്രെൻഡിയാണെന്നോ? എന്നാ ഈ അളവെടുത്തോ. ഇതുവരെ മതിയോ? കുറച്ചുകൂടി നായിട്ട് പോട്ടെ. 3/4 അല്ലേ? ഓക്കെ. ലേശം കൂടി ഇറങ്ങിയിട്ട് ഞെരിയാണി വരെ ആയിക്കോട്ടെ. ഞെരിയാണി വരെയോ? അന്നേരം പാന്റ് ആയില്ലേ? പാന്റ് വേണ്ട, ഞെരിയാണി വരെ ഇറക്കുള്ള ട്രൗസർ മതി.